53ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ മോട്ടോർ വെഹിക്കിൾ അല്ലാത്തത് ഏത്? എഞ്ചിനുള്ളതും ആ പവർ ഇന്റേണലോ എക്സ്റ്റേണലോ ആയ മാർഗത്തിൽ കൂടി ചക്രങ്ങളിലേക്ക് എത്തിക്കുന്നതും ചക്രങ്ങളിൽ പ്രവർത്തിക്കുന്നതുമായ വാഹനങ്ങളെയാണ് പൊതുവെ മോട്ടോർ വെഹിക്കിൾ എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ കോമൺ ആയിട്ട് പറഞ്ഞു തന്നാണ് കേട്ടോ. പിന്നെ അതിനകത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും റെയിലിൽ പ്രവർത്തിക്കുന്നതായിരിക്കരുത്. ഇനി ഈ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിക്കേ. മോട്ടോർ സൈക്കിൾ അല്ലെ, എഞ്ചിനുണ്ട്, അത് ചക്രങ്ങളിലേക്ക് എത്തിക്കുന്നു, ചെയിൻ മുഖേന ചക്രങ്ങളിലേക്ക് എത്തിക്കുന്നു അല്ലെ. അപ്പൊ അത് മോട്ടോർ വാഹനത്തിന് തന്നെ ഉദാഹരണമാണ് അല്ലെ. പിന്നെ അടുത്ത പാസഞ്ചർ കാർ എഞ്ചിനുണ്ട്, പ്രത്യേക എഞ്ചിനുണ്ട്, പിന്നെ അത് ചക്രങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ട്രക്കും അതുപോലെ തന്നെയാണ് അല്ലെ. പാസഞ്ചർ ക്യാബിനും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്, ചക്രങ്ങളിലേക്കൊക്കെ സംഭവം എത്തിക്കുന്നുണ്ട്. റോഡിലാണ്, ചക്രത്തിലാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ പറഞ്ഞ എക്സെപ്ഷണൽ കേസ് തന്നെയുണ്ട്. ഇതൊരു കാരണവശാലും മോട്ടോർ വാഹനത്തിന് റെയിലിൽ പ്രവർത്തിക്കുന്നതായിരിക്കരുത് അല്ലെ. ട്രെയിന് ചക്രങ്ങളുണ്ട്, പക്ഷേ ഇത് എന്തിലാണ് പ്രവർത്തിക്കുന്നത്? റെയിലിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് ചിന്തിച്ചാലും കിട്ടും, ചക്രങ്ങളില്ലാത്ത ട്രെയിനും ഉണ്ട്, മാഗ്നറ്റിക് ട്രെയിനുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പം ഇതിന്റെ ഉത്തരമായിട്ട് വരുന്ന ട്രെയിനാണ് മോട്ടോർ വാഹനത്തിന്റെ ഉദാഹരണം. മോട്ടോർ വെഹിക്കിളിന് ഉദാഹരണമല്ലാത്ത എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനാണ് ഉദാഹരണമല്ലാത്തത്. ഇതിന്റെ ഉത്തരം ട്രെയിൻ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ, കാരണം ട്രെയിൻ റെയിലിലാണ് പ്രവർത്തിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 54ാമത്തെ ക്വസ്റ്റ്യൻ. വാഹനത്തിൽ ആൾട്ടർനേറ്ററിന്റെ ഉപയോഗം. വാഹനം പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ശരിക്കും ബാറ്ററി മതി അല്ലെ. സാധാരണ നമ്മുടെ കാറുകളൊക്കെയാണ് പ്രവർത്തിക്കുന്നത് 12 വോൾട്ട് ബാറ്ററിയാണ്. അപ്പം 12 വോൾട്ട് ബാറ്ററിയിൽ എത്ര സെല്ല്, ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. അപ്പൊ 12 വോൾട്ട് ബാറ്ററിയിൽ എത്ര സെല്ല് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6 സെല്ലാണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഈ വാഹനത്തിന്റെ ആൾട്ടർനേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററിയെ ചാർജ് ചെയ്യാൻ. ഉത്തരമാണ് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ബാറ്ററിയെ ചാർജ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതായത് വാഹനത്തിന്റെ എല്ലാ കാര്യങ്ങളും, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളതും ഈവൻ നമ്മുടെ ഹെഡ്ലൈറ്റ് ആണെങ്കിൽ പോലും ഈ ബാറ്ററി എന്ന് പ്രവർത്തിക്കും. പക്ഷെ എപ്പോഴും ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആവും, ബാറ്ററിയുടെ വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. അങ്ങനെ ബാറ്ററിയുടെ വോൾട്ടേജ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററിയെ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആൾട്ടർനേറ്റർ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ആൾട്ടർനേറ്റർ ആണ് ബാറ്ററിയെ, അതായത് നമ്മുടെ സൈക്കിൾ ഓർത്തേ, പണ്ടത്തെ നമ്മൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് നടന്നപ്പോൾ അതിനകത്തേക്ക് ഒരു ചെറിയൊരു ഡൈനാമോ കണക്ട് ചെയ്ത് വയ്ക്കില്ലായിരുന്നു. അപ്പൊ അത് ചക്രത്തിൽ മുട്ടിച്ച് അത് കറക്കിയാണ് സാധാരണ നമ്മൾ അവിടെ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വെട്ടം അല്ലെ, നമുക്ക് വെട്ടം കണ്ടുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ വലിയ ഒരു ആൾട്ടർനേറ്റർ ആണെന്നുള്ളൂ, അതിനേക്കാൾ കുറച്ച് വലിയ സംഭവം ആണെന്നുള്ളൂ. അത് കറക്കി എന്തുൽപാദിപ്പിക്കും? കറണ്ട് ഉൽപ്പാദിപ്പിച്ച് ആ കറണ്ട് ഈ 12 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. അതിനുശേഷം ആ 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് നമ്മൾ വാഹനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ കറണ്ടുകളൊക്കെ ഉപയോഗിക്കുന്നു അല്ലേ. അപ്പം അതിനാണ് ബാറ്ററിയെ ചാർജ് ചെയ്യാനാണ് ഡൈനാമോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ, ബാറ്ററിയെ ചാർജ് ചെയ്യാനാണ് ആൾട്ടർനേറ്റർ ഉപയോഗിക്കുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ആൾട്ടർനേറ്ററിന്റെ ധർമ്മമാണെന്ന് ഓർത്തിരിക്കുക. ഇനി ആൾട്ടർനേറ്റർ കംപ്ലൈന്റ് ആയ എന്താണ് മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഡിസ്ചാർജ് ആവും അല്ലെ, ബാറ്ററിയുടെ ചാർജ് കുറയും, ബാറ്ററി ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. പിന്നെ ബാറ്ററിക്ക് ചാർജ് ഡാമേജ് ആയി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവാൻ പോലും ബുദ്ധിമുട്ടാണ്, വണ്ടി സ്റ്റാർട്ട് ആവത്ത് പോലും ഇല്ല എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, സാധാരണഗതിയിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് 12 വോൾട്ടേജ് ആണെന്ന് ഓർത്തിരിക്കുക. എത്ര സെല്ല് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6 സെല്ലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഹെവി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് ചോദിക്കാനുള്ളത് 24 വോൾട്ട് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 24 വോൾട്ട്. അത് 24 വോൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ബാറ്ററി അല്ല, 24 വോൾട്ടിന്റെ ഒരു ബാറ്ററി അല്ല, 12 വോൾട്ടിന്റെ 2 ബാറ്ററി, 12 വോൾട്ട് പ്ലസ് 12 വോൾട്ടിന്റെ 2 ബാറ്ററി ആണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, PSCയുടെ ക്വസ്റ്റ്യൻ ആണ്, ഹെവി വാഹനങ്ങളിൽ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്ന രീതി ഏത്? സീരീസ് രീതിയിൽ അല്ലെ, സീരീസ് രീതിയിലാണ്, നോട്ട് പാരലൽ രീതിയിലല്ല. രണ്ട് 12 വോൾട്ട് ബാറ്ററികൾ തമ്മിൽ സീരീസ് രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴാണ് 12 + 12 = 24 വോൾട്ട് ആയിട്ട് കിട്ടുക. മറ്റ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് വോൾട്ട് 12 തന്നെയാണ് കിട്ടത്തുള്ളൂ. 2 ബാറ്ററി ഉണ്ടെങ്കിലും വോൾട്ട് 12 തന്നെയാണ് കിട്ടത്തുള്ളൂ. അവിടെ ആംപിയർ ആയിരിക്കും കൂടുക. ഓക്കെ, നമുക്ക് വോൾട്ടാണ് കൂടുതൽ വേണ്ടത്, അതുകൊണ്ട് തന്നെ സീരീസ് ആയിട്ടായിരിക്കും 2 വാഹനങ്ങളിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് 54ാമത്തെ ക്വസ്റ്റിന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. 12 വോൾട്ട് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്ന വാഹനങ്ങളിൽ എന്ന് ഓർത്തിരിക്കുക. 12 വോൾട്ട് ബാറ്ററിക്ക് 6 സെല്ലുകളാണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 12 വോൾട്ട് അല്ല, 12 കഴിഞ്ഞിട്ട് വോൾട്ടേജ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വോൾട്ടേജ് വരും കേട്ടോ. അത് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് 12 വോൾട്ട് എന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ഹെവി വാഹനങ്ങൾ 24 വോൾട്ട് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. 24 വോൾട്ട് എന്ന് വെച്ചാൽ 2 12 വോൾട്ട് ബാറ്ററികളെ തമ്മിൽ സീരിയസ് ആയി കണക്ട് ചെയ്തായിരിക്കും 24 വോൾട്ട് വരിക എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി വാഹനത്തിൽ ആൾട്ടർനേറ്റർ ഉപയോഗം ബാറ്ററിയെ ചാർജ് ചെയ്യാനാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം.
സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. നമ്മൾ പഠിച്ചു അല്ലേ, സ്പാർക്ക് പ്ലഗ് ഏതിലാണ് യൂസ് ചെയ്യുന്നത്, ഏത് തരം വാഹനങ്ങളിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ അല്ലെ, പെട്രോളിലെ ഗ്യാസലിൻ വാഹനങ്ങളിലാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ അല്ലേ. ഇപ്പം ഡീസൽ എഞ്ചിൻ എന്താണ്, ഫ്യൂവൽ ഇഞ്ചക്ടർ. കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. പുതിയ ആധുനിക വാഹനങ്ങളിലൊക്കെ ഇപ്പം ബൈക്കുകളിൽ പോലും ഫ്യൂവൽ ഇഞ്ചക്ടർ യൂസ് ചെയ്യുന്ന ബൈക്കുകളൊക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ സ്പാർക്ക് പ്ലഗ് പെട്രോൾ എഞ്ചിനിലാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഈ സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫീലർ ഗേജ് കേട്ടോ. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫീലർ ഗേജ് ആണ്. എന്താണ് ഫീലർ ഗേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന സംഭവത്തെയാണ് ഫീലർ ഗേജ് എന്ന് പറയുന്നത്. ഇതിന് ഓരോ എണ്ണത്തിനും അല്ലെ, നമ്മുടെ ഏകദേശം ഒരു നഖംപെട്ടിയൊക്കെ പോലെ അല്ലെ. അപ്പോൾ ഓരോ എണ്ണത്തിനും ഓരോ ഗേജിനും ഓരോ അളവാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. നോക്കിക്കേ, സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്ന സംഭവം ഏതാണ്, അതാ ഇതാണ് സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത്. ഈ ടിബിനും ഈ റോഡിനും ഇടയിലുള്ള ഈ ഒരു സംഭവത്തെയാണ് ഗ്യാപ്പ്, സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് കേട്ടോ. ഇതിനെയാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഗ്യാപ്പ് എത്ര വരെ ആവാം എന്ന് വരെ PSC ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ PSCക്ക് വരുമ്പോൾ അത് 0.6 mm to 1 mm എന്നാണ് കേട്ടോ. നിങ്ങൾ നെറ്റിലൊക്കെ നോക്കുമ്പോൾ 0.6 അല്ലെങ്കിൽ 0.8 mm to 1.8 mm എന്നൊക്കെ കാണാം. PSCയുടെ ക്വസ്റ്റ്യന് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഉത്തരമായിട്ട് എടുത്തിരിക്കുന്നത് 0.6 mm to 1 mm എന്നുള്ളതാണ് കേട്ടോ. ഇനി നിങ്ങൾ പഴയ റാങ്ക് ഫയലിലൊക്കെ നോക്കുവാണെങ്കിൽ 0.4 mm to 1 mm എന്നും കാണാം കേട്ടോ. ഏതാണോ ക്വസ്റ്റ്യനിൽ വരിക ഏറ്റവും അനുയോജ്യമായിട്ട് സെലക്ട് ചെയ്ത് എടുക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ എടുത്തിരിക്കുന്ന ഉത്തരം 0.6 mm to 1 mm എന്ന് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഗ്യാപ്പ് വരെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക, ഏത് വരെ ആവാം, 0.6 mm to 1 mm എന്നാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇത് അളക്കുവാൻ ഈ ഗ്യാപ്പ്, സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീലർ ഗേജ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ ഓരോ ഫീലർ ഗേജിന്റെ ഏത് സംഭവമാണോ, ഓരോന്നിനും ഓരോ അളവുണ്ടെന്ന് വെച്ചിട്ട് ഏത് സംഭവമാണ് ഇവിടെ കൃത്യമായിട്ട് സ്യൂട്ട് ആവുന്നത് അതിന്റെ അളവ് നോക്കുക. അതായിരിക്കും ഈ സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് എന്നുള്ള ഓർത്തിരിക്കുക കേട്ടോ. അപ്പം അതിന്റെ സെറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളതാണ് എന്ന് ഓർത്തിരിക്കുക. കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ജ്വലനം ഒന്നും അവിടെ സംഭവിക്കത്തില്ല അല്ലെ, സ്പാർക്ക് ഉണ്ടാവത്തില്ല എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ പഠിച്ചല്ലോ. എന്തൊക്കെ പഠിച്ചു ഇവിടെ? ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു. സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീലർ ഗേജ് ആണെന്ന് പഠിച്ചു. ഫീലർ ഗേജ് ആണെന്ന് വെച്ചു. ഫീലർ ഗേജ് എങ്ങനെയാണ് അളക്കുന്നത് വെച്ചു. പിന്നെ സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് എത്ര വരെ ആവാം എന്നുള്ളത് പഠിച്ചു. 0.6 mm to 1 mm എന്നുള്ളത് കോമൺ ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 56ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത ക്രമീകരിക്കുന്ന സംവിധാനം. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ അല്ലെ, നമുക്കറിയാലേ ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത വേണം അല്ലെ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ നോക്കിക്കേ, ഇവിടെ സംഭവം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കോളുക. ഒരു വാഹനം വളവ് തിരിയാന്ന് വെക്കുക. അപ്പം നമ്മൾ ഓട്ട മത്സരമാണെങ്കിൽ തന്നെ ഓർത്താൽ മതി. ഇതിപ്പോ ഇങ്ങോട്ടുള്ള ഒരു വളവാണ് കേട്ടോ. അപ്പൊ ഒരു വാഹനം ഇതിലെ പോവുകയാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള വീല് റൈറ്റ് സൈഡിലുള്ള വീല് ഇങ്ങനെ സഞ്ചരിക്കുക. അല്ലെങ്കിൽ ഇവിടെ രണ്ടുപേരെ ഓടാൻ നിർത്തിയേക്കുവാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആൾ ഓടി ഇവിടെ എത്തുന്ന ദൂരത്തിനേക്കാൾ കൂടുതൽ ഇവിടെ നിൽക്കുന്ന ആള് ഇതിലേക്കൂടെ ഓടിയെത്താൻ എത്തും. അപ്പൊ അത് തന്നെ ഓർത്താൽ മതി. ഇങ്ങനെ വളവ് സംഭവം ചക്രം തിരിയുമ്പം ഈ ചക്രങ്ങൾ സഞ്ചരിക്കുന്ന ഇതിനേക്കാളും ഇവിടെയുള്ള ചക്രങ്ങൾ, റൈറ്റ് സൈഡിലുള്ള ചക്രങ്ങൾ സഞ്ചരിക്കണം. അതായത് ഈ ചക്രങ്ങളെക്കാളിൽ റൈറ്റ് സൈഡിലുള്ള ചക്രങ്ങൾ സ്പീഡിൽ സഞ്ചരിക്കണമെന്ന് അല്ലെ. ഈ റൈറ്റ് സൈഡിലുള്ള ചക്രം സ്പീഡിൽ സഞ്ചരിക്കണമെന്ന് അർത്ഥം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസം, വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന മെക്കാനിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിഫറൻഷ്യൽ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഡിഫറൻഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൽ സംഭവം നമ്മളത് ഈ ഒരു പെട്ടി പോലത്തെ സംഭവം കാണത്തില്ല, ലോറിയുടെ ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറയുന്ന നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവം കാണാം. ഇതിന്റെ അകത്ത് വരുന്ന സംഭവങ്ങളാണ് ഈ ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇതിനകത്ത് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും അല്ലെ. ചോദ്യം തന്നിട്ട് അതിന്റെ ഉത്തരവും നമുക്ക് തന്നിട്ടാണ് PSC ചോദിക്കുന്നത്. അതൊന്ന് സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ ഇതിനകത്ത് ഡിഫറൻഷ്യൽ ആണ് എന്തിന്, വളവ് തിരിയുമ്പം അതിന്റെ വാഹനങ്ങളുടെ വേഗത ക്രമീകരിക്കുന്നതിന് ഉള്ള സംവിധാനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ആണെന്ന് ഓർത്തിരിക്കുക. എന്താണെന്ന് ഇപ്പൊ കണ്ടു. ആ ഡിഫറൻഷ്യലിന്റെ ഉള്ളിൽ വരുന്ന സംഭവങ്ങളാണ്. ആ ഡിഫറൻഷ്യൽ ഒരു ക്രൗൺ വീൽ ഉണ്ടായിരിക്കും. ആ ക്രൗണിനെ കറക്കാനായിട്ട് ഒരു പിനിയൻ ഉണ്ടായിരിക്കും. ഇത് പിനിയൻ കേട്ടോ, ഇത് ക്രൗൺ വീൽ, പിനിയൻ. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്രൗൺ വീലും പിനിയൻ റിങ്ങും കാണപ്പെടുന്നത് ഏത് വാഹന ഭാഗത്താണ്, എവിടെയാണ്? ഡിഫറൻഷ്യലാണ് കാണപ്പെടുന്നത്. അതിന്റെ ആ മെക്കാനിസവുമായി ബന്ധപ്പെട്ട് അതിന് യൂസ് ചെയ്യുന്ന ഈ വ്യത്യസ്ത രീതിയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങളിൽ
യൂസ് ചെയ്യുന്ന മെക്കാനിസത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു സംഭവമാണ് സൺ ഗിയേഴ്സ്. അപ്പോൾ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, PSCക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഡ്രൈവർ പരീക്ഷയിൽ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സൺ ഗിയേഴ്സ് ഈ വാഹനത്തിന്റെ ഏത് ഭാഗത്ത് കാണപ്പെടുന്നു? എവിടെ കാണപ്പെടുന്നു? ഡിഫറൻഷ്യൽ, കോമൺ ആയിട്ട് ഡിഫറൻഷ്യൽ കാണപ്പെടുന്നു. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത ക്രമീകരിക്കുന്ന സംവിധാനമാണ് ഡിഫറൻഷ്യൽ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? ഹസാർഡ് വാർണിംഗ് ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വാഹനത്തിന്റെ 4 ഇൻഡിക്കേറ്ററുകളും, അല്ലെ 4 ഇൻഡിക്കേറ്ററുകളും ഒരേ സമയം കെടുകയും തെളിയുകയും, മിന്നി തെളിക്കുന്നതിനാണ് ഹസാർഡ് ലൈറ്റ് എന്ന് പറയാം, അല്ലെ. ആ ഹസാർഡ് ലൈറ്റ് ഓൺ ആക്കേണ്ടത് നമുക്ക് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനത്തിൽ ഇങ്ങനെ ഒരു സ്വിച്ച് കാണും, അല്ലെ. ഡാഷ്ബോർഡിന്റെ അവിടെ നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സ്വിച്ച് കാണും. ഇത് പിടിച്ച് ഞെക്കുമ്പോഴാണ് ഓണാവുന്നത്. സാധാരണ എല്ലാവരും എന്താ ചെയ്യുക? മിക്കപ്പോഴും ചെയ്യുന്നത്, സാധാരണ നമ്മളല്ല കേട്ടോ, നമുക്കറിയാം, അല്ലെ. അറിയത്തില്ലാത്തവർ പഠിച്ചിരിക്കുക. നമുക്കറിയാം ഇത് എന്തിനാണ്. ഇത് അപകടം പറ്റിക്കഴിഞ്ഞാൽ, അല്ലെ, നമ്മുടെ ഒരു വാഹനം അപകടം പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാഹനം ചലിക്കാനാവാതെ റോഡിൽ കിടക്കുന്ന അവസരത്തിലാണ് മറ്റുള്ളവരെ അത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 4 ഇൻഡിക്കേറ്ററുകളും ഒരുമിച്ച് മിന്നി തെളിയിക്കേണ്ടത്. അതായത് ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഓൺ ആക്കേണ്ടതെന്ന് ഓർത്തിരിക്കുക. അല്ലാതെ ഒരു നാൽക്കവലയിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം നേരെ പോകുന്നതിനോ മഴയുള്ളപ്പോഴോ മഞ്ഞുള്ളപ്പോഴോ ഒന്നും യൂസ് ചെയ്യേണ്ട സംഭവമല്ല ഹസാർഡ് വാർണിംഗ് ലൈറ്റ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതൊരു തെറ്റായ ഡ്രൈവിംഗ് ശീലമാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഹസാർഡ് വാർണിംഗ് ലൈറ്റ് നമ്മുടെ വാഹനം ചലിക്കാൻ പറ്റാതെ, അല്ലെ, ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹസാർഡ് ലൈറ്റ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ A ആണ്. തൻ്റെ വാഹനം അപകടത്തിലാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന്